എൻ്റെ അനുഗ്രഹീതമാവുന്ന ആദ്യ ഞായറാഴ്ച അല്പസമയം ധ്യാനത്തുള്ള വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ച് പോന്നു. കർത്താവായ ക്രിസ്തേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെയും, നോമ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടെ നാം പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കുന്നു. അടുക്കും തോറും അകൽച്ചകളുണ്ടാക്കുന്ന പൈശാചിക ശക്തികൾ നിറയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. എത്രത്തോളം ദൈവത്തോടുകൂടി അടുക്കുവാനായിട്ട് ഈ നാളുകൾ നാം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നമ്മെ പിന്നിലേക്ക് വലിച്ചു മാറ്റപ്പെടുന്ന പൈശാചികമാകുന്ന പ്രലോഭനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഒരു കാലഘട്ടമായി ഈ നോമ്പ് കാലഘട്ടത്തെ നോക്കിക്കാണേണ്ടത് തന്നെയാണ്. നോമ്പിൻ്റെ 40 നാളുകൾ അത് ആരാധനയുടെയും വചനത്തിൻ്റെയും വചന ഉത്സവത്തിൻ്റെയും കാലഘട്ടമായി നാം ഒരുമിച്ച് ദൈവ ആലയത്തിൽ ആഘോഷിക്കാറുണ്ട്. ഈ നോമ്പിൻ്റെ 40 നാളുകൾ വചനത്തിൻ്റെ കാലഘട്ടമായി ആഘോഷിക്കുമ്പോൾ ദൈവത്തോടുകൂടെ അടുക്കുവാൻ നമുക്ക് ലഭ്യമാകുന്ന ചില മുഖാന്തരങ്ങളുണ്ട്. ആരാധന, പ്രാർത്ഥന, വചനം. ഈ 3 മുഖാന്തരങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവത്തോടുകൂടെ അടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ ധ്യാന ഭാഗത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്, യോഹന്നാന് യോർദാന് സ്നാനം സ്വീകരിച്ച ശേഷം യേശു ആത്മാവിനാൽ വഴിനടത്തിപ്പ് പ്രാപിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. മരുഭൂമിയിലേക്കുള്ള യാത്രയിൽ ആത്മാവ് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നും ആത്മാവ് മരുഭൂമിയിൽ 40 ദിവസം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നും പലവിധമായ പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മാവിൻ്റെ ശക്തി അനുഭവിച്ച് വചനത്തിൽ ചേർന്ന് നിന്ന് ആ പരീക്ഷണങ്ങളെ, പ്രലോഭനങ്ങളെ ക്രിസ്തു അതിജീവിച്ചതായി എന്നും ഇന്നത്തെ ധ്യാനം നമ്മെ ഓർമ്മപ്പെടുത്തിയാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായി കാണുവാൻ കഴിയുന്നത്, യോർദാനാൽ യേശു യോഹന്നാനാൽ സ്നാനം സ്വീകരിക്കുക. ഈ സ്നാനം സ്വീകരിക്കുന്ന വേളയിൽ ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനോടൊപ്പം സംസാരിക്കുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പേൻ. അങ്ങനെ ദൈവ ശബ്ദവും കേട്ടിട്ട് ദൈവികമായ ശക്തി പ്രാപിച്ച് ദൈവികമായ വചനത്തിൻ്റെ അനുഭവത്തോടുകൂടിയാണ് യേശുക്രിസ്തു 40 നാളിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ഉപവാസത്തിന് വേണ്ടിയും ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, പരീക്ഷിക്കപ്പെടുവാനായി പിശാചിനാൽ ആത്മാവ് ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ, പിശാചിനാൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ തക്കവിധം യേശുക്രിസ്തു 40 നാളുകളുടെ പരീക്ഷണത്തിനായിട്ട് മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയാണ്. ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു. ഈ ആത്മാവ് കൂടെ ഉണ്ടാകുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പൈശാചിക ശക്തികൾ ഉണ്ടായിരുന്നു എന്നതാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ യേശുക്രിസ്തു 40 ദിവസം മരുഭൂമിയിൽ പോകുന്നത് പ്രാർത്ഥിക്കുന്നതിനും ദൈവികമായ ശക്തി ഒന്ന് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ പരീക്ഷ എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നത്, നാളുകളിലെ ജീവിതത്തിന് ദൈവികമായ ശക്തി അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ്. നാളുകളുടെ സുവിശേഷ പ്രവർത്തനത്തിന് ദൈവികമായ ശക്തി ഒന്ന് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് ഒന്ന് യാത്ര ചെയ്യുന്നത്. ഈ മരുഭൂമിയിലുള്ള യാത്രയിൽ യേശുക്രിസ്തു ദൈവവുമായുള്ള ബന്ധത്തിലായിരുന്നു. തൻ്റെ ദൈവികതയെ വെളിപ്പെടുത്തുവാനുള്ള ഒരു ഒരുക്കത്തിൽ ആയിരുന്നു എന്ന് നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഇവിടെ കാണുവാൻ കഴിയുന്നത്, മരുഭൂമിയിലേക്ക് യേശുവിനെ നയിച്ചത് ആത്മാവ് ആയിരുന്നു. ഈ മരുഭൂമിയിലേക്ക് യേശുവിനെ നയിക്കുമ്പോഴും വചനം പഠിപ്പിക്കുന്ന പ്രകാരം പരീക്ഷിക്കപ്പെടുവാൻ, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ. നാം ഇവിടെ വായിച്ച് കേൾക്കേണ്ട യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, ദോഷങ്ങളാൽ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്നാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകാം, പ്രലോഭനങ്ങൾ ഉണ്ടാകാം, പക്ഷേ ദോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദോഷങ്ങളാൽ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല.
ദൈവികമായ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നുണ്ട്. ഈ പരീക്ഷണം ഉണ്ടാകുന്നത് സാത്താന് ദൈവം അനുവാദം കൊടുക്കുന്നത് മുഖാന്തരമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇയ്യോബ് ഒരു പരീക്ഷ ഉണ്ടാകുകയാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ പരീക്ഷ ഉണ്ടാകുന്നത് സാത്താനിലാണ്. സാത്താന് ദൈവം അനുവാദം കൊടുക്കുകയാണ്. ഈ അനുവാദം എങ്ങനെയാണ് കൊടുക്കുന്നത്? അവനെ നിന്റെ മുൻപിൽ വെച്ചിട്ടുണ്ട്, അവൻ്റെ പ്രാണനെ തൊടുവാനായിട്ട് ഞാൻ നിന്നെ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത്. അവൻ്റെ പ്രാണനിൽ തൊടുവാനായിട്ട് നിനക്ക് അനുവാദം, നിനക്ക് അവനെ പരീക്ഷിക്കാം, പ്രലോഭനങ്ങൾ ഉണ്ടാക്കാം, അവനുള്ളതെല്ലാം നിനക്ക് നശിപ്പിക്കാം. ദൈവം പിശാചിന് അധികാരവും അനുവാദവും കൊടുത്തിട്ട് പരീക്ഷണങ്ങൾ ചെയ്യുവാനായിട്ട്, പ്രലോഭനങ്ങൾ ചെയ്യുവാനായിട്ട് അവിടെ പക്വപ്പെടുത്തുന്ന ഒരു അനുഭവത്തെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. ദൈവം പരീക്ഷണങ്ങൾക്ക് വേണ്ടി സാത്താൻ അനുവാദം കൊടുക്കുകയാണ്. എന്നാൽ ദോഷത്തിനായിട്ട് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് യാക്കോബ് ലേഖനം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ ഈ പരീക്ഷണങ്ങൾ എനിക്കുണ്ടാകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പരീക്ഷണങ്ങളിൽ കൂടെ, പ്രലോഭനങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്നത്? ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രലോഭനങ്ങളിലൂടെ യാത്ര ചെയ്തത്? ആ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാനും പരീക്ഷകളിൽ കൂടെ യാത്ര ചെയ്തത്. ഞാൻ പറയുകയുണ്ടായി, നോമ്പ് കാലഘട്ടം ദൈവവചനത്തോടുകൂടെ എത്രത്തോളം അടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അത്രത്തോളം പ്രലോഭനങ്ങളും പരീക്ഷകളും തിന്മകളും ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം പ്രാർത്ഥിക്കാറുണ്ട്, ഉപവസിക്കാറുണ്ട്, നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്, വർജിക്കേണ്ടതൊക്കെ വർജിക്കാറുണ്ട്. എന്നാൽ പിശാച് പല പ്രലോഭനങ്ങളിലോടുകൂടെ ഈ നോമ്പിൽ നിന്നും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റുവാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്. ഇത് പിശാചിൻ്റെ ആഗ്രഹം ആണ് എങ്കിലും ദൈവം പിശാചിന് അനുവാദം കൊടുക്കുകയാണ് പരീക്ഷിക്കുവാൻ, പ്രലോഭിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരീക്ഷ എനിക്കുണ്ടാകുന്നത്? ഒന്നാമത് നാം ചിന്തിക്കേണ്ടത്, നാം ദൈവ മക്കളായി രൂപാന്തരപ്പെടുവാൻ ഇത്തരത്തിൽ പരീക്ഷകൾ അനിവാര്യം. മത്തായി സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ 3 പരീക്ഷകൾ കാണുവാൻ കഴിയുന്നുണ്ട്. 3 പരീക്ഷണങ്ങൾ പരീക്ഷിക്കുമ്പോൾ പ്രലോഭകൻ അവിടെ ചോദിക്കുന്നുണ്ട്, നീ ദൈവപുത്രൻ ആണ് എങ്കിൽ. 3 പരീക്ഷകളുടെ ആരംഭത്തിൽ അതാ പറഞ്ഞു, നീ ദൈവപുത്രനാണ് എങ്കിൽ ഈ കല്ലിനപ്പമായി തീരുക, നീ ദൈവപുത്രനാണെങ്കിൽ മുകളിൽ താഴ്ചാടുക, നീ ദൈവപുത്രനാണ് എങ്കിൽ എന്നെ വണങ്ങുക, ലോകം നിനക്ക് അധികാരം ഞാൻ നിനക്ക് തരാം. നീ ദൈവപുത്രനാണ് എങ്കിൽ എന്ന ഒരു ശബ്ദത്തോടുകൂടെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പ്രലോഭകൻ നിൽക്കുകയാണ്. എന്ന് പറയുമ്പോൾ ദൈവ മക്കൾ എന്ന ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിനായിട്ടാണ് ചില പരീക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഞാൻ ദൈവ മക്കൾ എന്ന് തെളിയിച്ചു നൽകുവാനാണ് നോമ്പ് കാലഘട്ടത്തിൽ പരീക്ഷ ഉണ്ടാകുന്നത്. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പിശാചിൻ്റെ മേൽ തെളിയിച്ചു കൊടുക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ വന്നിട്ട് കല്ലിനെ അപ്പമായി തീരുക എന്ന് പറയുമ്പോൾ കർത്താവായ ക്രിസ്തു പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുന്നുണ്ട്. കർത്താവിനെ നമസ്കരിക്കുക, അല്ല പിശാച് നമസ്കരിക്കാമെന്ന് കർത്താവിനോട് കൂടെ പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്ന് അവനെ ആട്ടിപ്പായിക്കണം. അങ്ങനെ ദൈവം ക്രിസ്തു പിശാചിന്റെ പ്രലോഭനങ്ങൾ അതിജീവിച്ചത് അവൻ ദൈവമകൻ ആയതുകൊണ്ട്, ദൈവപുത്രൻ ആയതുകൊണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇയ്യോബിന്റെ ജീവിത പരീക്ഷ ഉണ്ടാകുമ്പോഴും ഇയ്യോബിനെ കുറിച്ച് 2-ാം അധ്യായത്തിൽ പറയുന്നത്, ഇതിലൊന്നും അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല എന്നതാണ്. ഇതിലൊന്നും ജീവിതത്തിൽ മക്കൾ നഷ്ടമാകുന്നുണ്ട്, പുത്ര സൗഭാഗ്യം നഷ്ടമാകുന്നുണ്ട്, താൻ ചേർത്ത് പിടിച്ചതെല്ലാം നഷ്ടമാകുന്നുണ്ട്, സ്നേഹിതർ വിട്ടേച്ച് പോകുന്നുണ്ട്, കുടുംബം ഇല്ലാതായി പോകുന്നുണ്ട്. ഇതെല്ലാം ഒരു നാശമായി ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ടാകുമ്പോഴും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ആ പ്രലോഭനങ്ങളുടെ മധ്യേ, പരീക്ഷയുടെ മധ്യേ ദൈവം മകൻ എന്ന തെളിയിക്കപ്പെടുന്ന ഒരു അനുഭവത്തോടുകൂടെ ഇയ്യോബ് ജീവിച്ചു. പ്രിയമുള്ളവരെ, എന്തിനാണ് എൻ്റെ ജീവിതത്തെ പരീക്ഷ ഉണ്ടാകുന്നത്? ഈ പരീക്ഷണങ്ങൾ ഞാൻ ദൈവ മക്കൾ എന്ന് രൂപാന്തരപ്പെടുവാൻ, ഞാൻ ദൈവജനം എന്ന് സമൂഹത്തിന് തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ചില പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. രണ്ടാമത്, ഞാൻ എന്തിനെ പ്രലോഭിപ്പിക്കപ്പെടുന്നുണ്ട്? രണ്ടാമത് പറയുന്നുണ്ട്, ദൈവികമായ കരുതൽ ഉണ്ടെന്ന ഉറപ്പ് എനിക്ക് നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിച്ച് കേൾക്കേണ്ടായി. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാ, നിൻ്റെ മകനെ എനിക്ക് യാഗം കഴിക്കുക.
അങ്ങനെ അബ്രഹാം ദൈവം പറഞ്ഞ പ്രകാരം മകനെ യാഗം കഴിക്കുവാൻ പോകുന്നുണ്ട്. ആ യാഗപീഠം ഒഴുക്കുന്നുണ്ട്, വിറക് അടുക്കുന്നുണ്ട്. മകനെ പിടിച്ച് കൈകാലുകൾ കെട്ടി അതിലേക്ക് കിടത്തി മകനെ കൊല്ലുവാനായിട്ട് കത്തി ഉയർത്തുമ്പോൾ ദൈവം അവിടെ ഇങ്ങനെ വിളിക്കുന്നു, അബ്രഹാമേ മകൻ്റെ മേൽ കൈവയ്ക്കരുത്. 12-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ അബ്രഹാമേ മകന്റെ മേൽ കൈവെക്കരുത്. അങ്ങനെ ദൈവശബ്ദം കേട്ട് മകന്റെ കെട്ടുകൾ മാറ്റി അവനെ സ്വന്തണ്ടാക്കി ഒന്ന് തിരികെ നോക്കുമ്പോൾ ഒരു ആട്ടിൻകുട്ടി കുറ്റിക്കാട്ടിനിടെ നിൽക്കുവാൻ കാണുന്നുണ്ട്. ആ കുറ്റിക്കാട്ട് നിൽക്കപ്പെടുന്ന ആട്ടിൻകുട്ടിയെ പിടിച്ച് എടുത്ത് ആ യാഗപീഠത്തിൽ വെച്ച് ദൈവത്തിന് യാഗം കഴിപ്പിക്കപ്പെടുമ്പോൾ ആ ഒരു പ്രലോഭനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവികമായി കരുതൽ എനിക്കുണ്ട് എന്ന ഒരു ഉറപ്പ് പ്രലോഭനങ്ങളിൽ നാം ഒന്ന് തിരിച്ചറിയണം. ദൈവം ഈ അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് അവൻ എത്രത്തോളം എന്നിൽ ജീവിക്കുന്നുണ്ട്. കഴിഞ്ഞ നീണ്ട 75 വർഷം 99 വർഷക്കാലം കാത്തിരുന്നതായ പുത്ര സൗഭാഗ്യം ലഭിച്ചപ്പോൾ അവൻ അധികമായി എന്നിൽ ആശ്രയിക്കുന്നുണ്ടോ, എൻ്റെ കരുതലിൽ അവൻ അഭയം പ്രാപിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ദൈവം അവനെ പ്രലോഭനം ഉണ്ടാക്കുമ്പോൾ ആ പ്രലോഭനങ്ങൾ അതിജീവിച്ച അബ്രഹാമിന്റെ ജീവിതം എന്നോടുകൂടെ പഠിപ്പിക്കുകയാണ്. ഈ നാളുകളിൽ എന്നോടുകൂടെ പഠിപ്പിക്കുന്നുണ്ട്, പ്രലോഭനങ്ങൾ എനിക്കുണ്ടാകുന്നത് എന്നോടുകൂടെ ദൈവികമായി കരുതൽ ഉണ്ട് എന്ന ഒരു ഉറപ്പ് നമുക്ക് നൽകുന്നതിന് വേണ്ടി തന്നെയാണ്. ഇവിടെ തിരുവചനം പറയുന്നുണ്ട്, യേശു മരുഭൂമിയിൽ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവിടെ ഇങ്ങനെ പറഞ്ഞു, അവിടെ അവൻ സാത്താനിൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്നാണ്. വന്യജീവികളോടുകൂടെ കടിച്ച് കീറുവാൻ നിൽക്കപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യമാണ് ക്രിസ്തു ഒറ്റയ്ക്ക് അവിടെ നിൽക്കുക. അപ്പൊ 40 ദിവസം പരീക്ഷിക്കപ്പെടുമ്പോൾ കാട്ടുമൃഗങ്ങൾ അവന് ചുറ്റുമുണ്ടായിരുന്നു. തുടർന്ന് വചനം പറയുന്നത്, ആ കാട്ടുമൃഗങ്ങൾ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു എന്നതാണ്. പ്രിയമുള്ളവരെ, കടിച്ചു കീറപ്പെടുന്ന ശക്തികൾ എനിക്ക് ചുറ്റും നിൽക്കപ്പെടുമ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രലോഭനങ്ങളുടെ ശക്തികളാൽ ഈ നോമ്പ് കാലഘട്ടം ജീവിതം കടിച്ചു കീറപ്പെടുന്ന അനുഭവമാകുമ്പോൾ വചനം പറയുകയാണ്, ദൂതന്മാരുടെ കാവൽ നിനക്ക് ഞാൻ നൽകുന്നു എന്നാണ്. ദൂതന്മാരെ കൊണ്ട് ഞാൻ നിന്നെ സംരക്ഷിക്കും. ഇവിടെ യേശുക്രിസ്തുവിനെ ദൂതന്മാരെ കൊണ്ട് സംരക്ഷിക്കുന്ന ദൈവികമായ സാമീപ്യം, ഉറപ്പ്, കരുതലിൻ്റെ ഉറപ്പ് ക്രിസ്തുവിന് അനുഭവിക്കുവാൻ കഴിയുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴും അവിടെ കാണുവാൻ കഴിയുന്നത് തന്നെയാണ്. ശദ്രക്, മേശക്, അബേദ്നഗോ അവനെ ആ തീച്ചൂളൽ എറിയുമ്പോഴും 3 പേരോടൊപ്പം ചേർന്ന് 4മതൊരു മനുഷ്യൻ നിൽക്കുകയാണ് അവിടെ ശരീരം വെന്തുപോകാതെ അവരെ സംരക്ഷിക്കുവാൻ. കരുതുന്ന ദൈവം ഉണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ ചില പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ പ്രലോഭനം ഉണ്ടാകുന്ന 2 കാര്യത്തിന്, ഞാൻ ദൈവ മകൻ എന്ന് തെളിയിക്കപ്പെടുക, രൂപാന്തരപ്പെടുക. 2, ദൈവികമായി കരുതൽ എനിക്കുണ്ട് എന്ന ഉറപ്പ് എനിക്ക് വീണ്ടും നൽകുക. ദൈവികമായ സംരക്ഷണം, ദൂതന്മാരുടെ സംരക്ഷണം എന്നിൽ ഉണ്ടാകുവാൻ ഒരു ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ കൂടെ നാം എല്ലാവരും കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി എത്രത്തോളം പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം പ്രലോഭനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാകും. ദൈവത്തിന് വേണ്ടി എത്രത്തോളം അധ്വാനിക്കുന്നുണ്ടോ, ദൈവിക കാര്യാദികൾക്ക് എത്രത്തോളം ആത്മാർത്ഥമായി മുന്നോട്ട് പോകുന്നുണ്ടോ അത്രത്തോളം പ്രലോഭനങ്ങൾ എൻ്റെ ജീവിതത്തിൽ. എങ്കിലും വചനം പറയുകയാണ്, കരുതുവാൻ ഞാൻ കൂടെ. ദൂതന്മാരെ അയച്ച് കരുതുവാനുള്ള ശക്തി നമുക്കുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാണ്. ഈ പരീക്ഷണ കാലഘട്ടത്തിൽ, ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ദൈവദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് നൽകുകയാണ്. ഒന്നാമത് ചോദിച്ച് എന്തിന് പരീക്ഷിക്കുവാണ്? രണ്ടാമത്, ഈ പരീക്ഷണങ്ങളിൽ ഞാൻ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്? അത് കേവലം ഒരേ ഒരു ചിന്ത മാത്രം വചനം പറയുന്നുള്ളൂ, ദൈവത്തിലുള്ള ആശ്രയം. ദൈവത്തിലുള്ള ആശ്രയം എനിക്കുണ്ട് എങ്കിൽ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനായിട്ട് എനിക്ക് കഴിയും. ഇവിടെ കർത്താവായ ക്രിസ്തു യോഹന്നാൻ സ്നാനം സ്വീകരിച്ച് മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തുവിനൊരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു സാത്താനോട് കൂടെ, സാത്താൻ എന്നെ വിട്ടുപോ, നീ മനുഷ്യരുടെ ചിന്തിക്കും, ദൈവത്തിൻ്റെതല്ല.
ഞാൻ ദൈവത്തിൻ്റെതാ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടത് ദൈവ വചനം എന്നിൽ ഉണ്ടാകുമ്പോൾ ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കുവാൻ എനിക്ക് കഴിയും. ഈ നോമ്പ് കാലഘട്ടത്തിൽ 3 കാര്യങ്ങൾ നാം തിരിച്ചറിയണം. ഉപവാസം എനിക്കുണ്ടാകണം പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ. 2, പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ആ പ്രലോഭനങ്ങൾ അതിജീവിക്കുവാൻ. 3, ദൈവവചനം എന്നിലുണ്ടാകണം. ഈ നാളുകളിൽ ദൈവാലയത്തിൽ ആ 40 ദിവസങ്ങളും ആരാധനയും പ്രാർത്ഥനയും വചനവായനൊക്കെ നടക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം ഉപവസിക്കുമ്പോഴും ഞാൻ തിരിച്ചറിയണം, ഉപവാസത്തിൻ്റെ മധ്യേ കാട്ടുമൃഗങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാകാം, കടിച്ചു കീറപ്പെടുന്ന അനുഭവം ഉണ്ടാകും. ഉപവാസത്തെയും പ്രാർത്ഥനയും ദൈവവചനത്തിൽ നമ്മെ പിന്മാറ്റുന്ന ചില മൃഗങ്ങൾ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരാം. അവരുടെ മധ്യേയും ദൈവം പറയുകയാണ്, ദൂതന്മാരെ നൽകി ഞാൻ നിന്നെ കാക്കാം. ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കുവാൻ 3 കാര്യങ്ങൾ ഉണ്ടാകണം. 1, ഉപവാസം ഉണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം, ദൈവവചന ശക്തി നമ്മളുണ്ടാകണം. അങ്ങനെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൈവവചന ശക്തി അനുഭവിച്ചുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം അർത്ഥപൂർണമായ ഒരു കാലഘട്ടമായി നമുക്ക് അനുഭവിക്കാം. ഈ നോമ്പ് ദൈവസന്നിധി നമുക്ക് പൂർണ്ണമായി നന്മ തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞ സാമ്പൽ ബുധനാഴ്ച രാത്രിയിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ദൈവത്തോട് സംസാരിക്കുവാനും ദൈവത്തോടുകൂടെ ആലോചന ചോദിക്കുവാനും ഈ നോമ്പ് കാലഘട്ടത്തിൽ സമയം കണ്ടെത്തണം. ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ഞാനായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തോട് സംസാരിപ്പാനായിട്ട് സമയം കണ്ടെത്തണം. ഞാൻ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ ദൈവത്തോട് ഇടപെടുവാനുള്ള സമയം നമുക്ക് കണ്ടെത്തണം. അവിടെയാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി, ആത്മീക ശക്തി പ്രാപിപ്പാൻ നമുക്ക് കഴിയുക. കാട്ടുമൃഗങ്ങളോടൊപ്പം ചേർന്നിരുന്ന ക്രിസ്തുവിൻ്റെ അടുക്കൽ കാട്ടുമൃഗങ്ങളെക്കാളുമുള്ള ദൈവിക പരിപാലനം ദൈവം ദൂതന്മാരെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ നാളുകളിൽ മാനുഷികമായ ചിന്തകളോട് ചേർന്നിരിക്കുമ്പോഴും വന്യമൃഗാദികളുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും വചനം പറയുക, കരുതുന്നവനായി ഞാൻ കൂടെയുണ്ട് എന്ന ഒരു ഉറപ്പ്. ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം, ദൈവത്തോട് ചേർന്നിരിക്കാം. ഈ നോമ്പ് പ്രാർത്ഥനയുടെ കാലഘട്ടമാകട്ടെ, ഉപവാസത്തിൻ്റെ കാലഘട്ടമാകട്ടെ, ആരാധനകളുടെ കാലഘട്ടമാകട്ടെ, ദൈവികമായ ശക്തി പ്രാപിച്ച് പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന കാലഘട്ടമാകട്ടെ, അതിന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിയും ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിലവിളെ ക്രിസ്തേശങ്ങൾ കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. ധർമ്മ